അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റിയ സമയമാണിപ്പോൾ. അതായത് ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ. നല്ല ചൂടും അതുപോലെ തന്നെ നല്ല കാലാവസ്ഥയുമാണ്. ഈ സമയങ്ങളിലാണ് നമുക്ക് കേരളത്തിൽ കൂടുതലായി പച്ചക്കറി കൃഷി വിജയിക്കാൻ പറ്റുന്ന സമയവുമാണ്. ഇപ്പോൾ നമ്മൾ ഏത് കൃഷി ചെയ്താലും അതിന് തൊട്ടു മുന്നേ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ചെയ്യാതെ നമ്മൾ കൃഷി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിജയമല്ല പരാജയമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലാദ്യം നമുക്ക് ഞാൻ പ്രധാനമായും നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയം തന്നെ കുമ്മായപ്പൊടിയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് നമ്മളെ മണ്ണ് ശുദ്ധീകരിക്കുന്ന വിധമാണ്. ഇങ്ങനെ നമ്മൾ മണ്ണ് ശുദ്ധീകരിച്ച് കൃഷി ചെയ്താൽ മാത്രമേ നമ്മൾ എന്ത് കൃഷി ചെയ്താലും അത് വിജയിക്കുകയുള്ളൂ. എനിക്ക് വന്ന ഒരുപാട് കമൻറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ഞാൻ ഇപ്പോൾ ചെയ്യാനുള്ള പ്രധാന കാരണം. ഇതിൽ കൂടുതലും മണ്ണിൽ കൂടിയുള്ള രോഗങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഗ്രോ ബാഗിലാണെങ്കിലും അതുപോലെ തന്നെ മണ്ണിലാണ് കൃഷി ചെയ്യുന്നതെങ്കിലും ചെടിച്ചട്ടിയിലാണ് കൃഷി ചെയ്യുന്നതെങ്കിലും നമ്മൾ ആദ്യം മണ്ണിൽ ചേർത്ത് ട്രീറ്റ് ചെയ്യേണ്ടത് കുമ്മായം തന്നെയാണ്. അതിന് കാരണം നമ്മുടെ കേരളത്തിലെ മണ്ണ് പൊതുവേ പുളിരസമുള്ളതാണ്. നമ്മുടെ ലാബുകളിലെ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വെച്ച് നോക്കിയാൽ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ എന്ന സ്ഥലമൊഴിച്ച് ബാക്കി ഉള്ള കേരളത്തിലെ പൊതുവേ ഉള്ള സ്ഥലങ്ങളിലെല്ലാം അമ്ല സ്വഭാവമുള്ള മണ്ണാണ്. അതായത് അമ്ലത, അതായത് pH ഇത് അളക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണിൻ്റെ pH ലെവൽ 7-ൽ താഴ്ന്നു വരുമ്പോൾ നമ്മൾ ഈ മണ്ണിനെ പുളിരസമുള്ള മണ്ണായിട്ട് കണക്കാക്കും. ഏറ്റവും കൂടുതൽ പുളിരസമുള്ളത് 1, 2, 3, 4, 5 ഈ ഒരു ലെവലിലേക്കൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ പുളിരസം കൂടിയ ഒരു pH ആണ്. ഇനി 6ഉം 7ഉം ആയാൽ അതാണ് നമുക്ക് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്, ന്യൂട്രലായിട്ടുള്ള മണ്ണ്. 8നും 9നും ഇടയ്ക്കാണെങ്കിൽ നമുക്ക് ക്ഷാര സ്വഭാവമുള്ള മണ്ണായിട്ട് കണക്കാക്കും. ഇനി ഈ പുളിരസം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദോഷമെന്ന് പറഞ്ഞാൽ മണ്ണിൽ ഹൈഡ്രജൻ്റെയും അലുമിനിയത്തിൻ്റെയും അയോണുകൾ കൂടുതലായിട്ട് നമ്മളെ മണ്ണിലുണ്ടാവും. ഇങ്ങനെ വരുമ്പോൾ നമ്മളെ ചെടികൾക്ക് പൂർണ്ണമായും വേരിൽ കൂടി മണ്ണിലുള്ള മൂലകങ്ങളെ വലിച്ചെടുക്കാൻ സാധിക്കാതെ വരും. പ്രത്യേകിച്ചും നമ്മളെ ചെടികൾക്ക് കാൽസ്യം എന്ന മൂലകം ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കൃഷി ചെയ്യുന്നതിന് തൊട്ടു മുന്നേ, അതായത് ഒരു 15 ദിവസത്തിന് മുന്നേ മണ്ണ് നമ്മൾ കുമ്മായപ്പൊടിയിട്ട് നല്ലതുപോലെ ഇളക്കി സൂക്ഷിക്കണം. അതുപോലെ ഇനി പുളിരസം കൂടിയ മണ്ണിലാണെങ്കിൽ നമ്മുടെ ചെടികളുടെ വേരുകൾക്ക് നല്ല വളർച്ച കിട്ടില്ല. അപ്പോൾ ആരോഗ്യമില്ലാത്ത വളർച്ച കുറഞ്ഞ വേരുകൾ നമ്മളെ ചെടിക്ക് ഉണ്ടാകുന്ന ഒരു ദോഷമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടിയുടെ വളർച്ച അവിടെ മുരടിച്ചു പോകും. അതുപോലെ തന്നെ വയലുകളിൽ നമ്മൾ നെൽകൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ വളർച്ച മുരടിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അപ്പോഴേ മനസ്സിലാക്കിക്കൊള്ളണം നമ്മുടെ മണ്ണിൽ കൂടുതലായി പുളിരസമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചെടിയുടെ വേരുകളുടെ വളർച്ച അവിടെ മുരടിച്ച് നിൽക്കുകയാണെന്ന്. നെൽച്ചെടികൾക്കായാലും മണ്ണിൽ നിന്നും ഒരു മൂലകങ്ങളും വലിച്ചെടുക്കാൻ സാധിക്കുന്നില്ല എന്ന്. അപ്പോൾ ഈ മണ്ണിലേക്ക് നമ്മൾ കുമ്മായപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ മണ്ണിലേക്കുള്ള വായുസഞ്ചാരം കൂടും. അതുപോലെ തന്നെ മണ്ണിൻ്റെ പശപശപ്പ് അങ്ങ് മാറുകയും ചെയ്യും. അതായത് പുളിരസം കൂടിയ മണ്ണിൽ സാധാരണയായി നമുക്ക് ഒരുമാതിരിയില്ല വഴുവഴുപ്പ് പോലെയായിരിക്കും കാണുന്നത്. അപ്പോൾ ഈ മണ്ണിലേക്ക് നമ്മൾ കുമ്മായപ്പൊടി ചേർക്കുമ്പോൾ മണ്ണിൻ്റെ ഈ കിളുകിളുപ്പ്, അതായത് ഈ പശപശപ്പ് അത് മാറുകയും മണ്ണിൽ വായുസഞ്ചാരമുള്ളതാവുകയും നമ്മുടെ മണ്ണ് ഇളക്കമുള്ളതാവുകയും ചെയ്യും. ഇനി വായുസഞ്ചാരം കൂടുക മാത്രമല്ല, മണ്ണിൽ നല്ലതുപോലെ ജലം കെട്ടി നിൽക്കാതെ താന്നു പോവുകയും അതുപോലെ തന്നെ മണ്ണിൽ നിന്നും ചെടികൾക്ക് വലിച്ചെടുക്കാൻ സാധിക്കാത്ത മൂലകങ്ങളെ യഥേഷ്ടം ചെടികൾക്ക് വലിച്ചെടുക്കാൻ സാധിക്കുന്ന പരുവത്തിലാക്കി കൊടുക്കാനും നമ്മളെ കുമ്മായപ്പൊടി ഇട്ട് നല്ലതുപോലെ ഇളക്കുന്നതിലൂടെ സാധിക്കും. അപ്പോൾ പലർക്കും തോന്നും കുമ്മായപ്പൊടി ഇട്ടതുകൊണ്ട് ചെടിക്ക് പ്രത്യേകിച്ചൊരു വളർച്ചയോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ എന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെടി നടുന്ന മണ്ണ് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ചെടിക്ക് നല്ലതുപോലെ ആ മണ്ണിൽ വളരുവാൻ സാധിക്കൂ. ആരോഗ്യത്തോടെ നമ്മളെ ചെടികൾ വളർന്നു വരണമെങ്കിൽ നമ്മുടെ മണ്ണിൽ കുമ്മായപ്പൊടിയിട്ട് ട്രീറ്റ് ചെയ്തേ മതിയാകൂ. അപ്പോൾ നമ്മൾ മണ്ണിൻ്റെ pH ലെവൽ ക്രമീകരിക്കാൻ വേണ്ടി പൊതുവേ ഉപയോഗിക്കുന്നത് നീറ്റുകക്ക, അതുപോലെ തന്നെ പൊടിഞ്ഞ കുമ്മായപ്പൊടി, ഡോളോമേറ്റ്, ഇവ 3ഉമാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. എന്നാൽ നമ്മുടെ മണ്ണിനെ ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ളതാക്കി മാറ്റാൻ പറ്റുന്നത് പൊടിഞ്ഞ കുമ്മായപ്പൊടിക്കാണ്. അതുപോലെ നമ്മൾ പച്ചക്കറി കൃഷിയാണ് ചെയ്യുന്നതെങ്കിൽ അതിന് ഏറ്റവും നല്ലത് പൊടിഞ്ഞ തരിതരിപ്പില്ലാത്ത നല്ല ഭസ്മം പോലെ ഇരിക്കുന്ന കുമ്മായപ്പൊടിയാണ്. കാരണം പച്ചക്കറി ചെടികൾ കുറഞ്ഞ കാലയളവിൽ നമുക്ക് ധാരാളം വിളവ് തരേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വളരെ ഭസ്മമായ കുമ്മായപ്പൊടി തന്നെ നമ്മൾ
ചേർത്ത് കൊടുക്കേണ്ടതാണ്. അതേപോലെ തന്നെ നമ്മുടെ കൽപ്പകവൃക്ഷമായ തെങ്ങുകൾക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പകുതി ഇതുപോലെ പൊടിഞ്ഞ കുമ്മായപ്പൊടിയും അതുപോലെ തന്നെ പകുതി ഡോളോമേറ്റും ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് 1 കിലോ കുമ്മായപ്പൊടിയാണ് നമ്മൾ ഒരു തെങ്ങിന് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ പകുതി 1/2 കിലോ നമ്മൾ പൊടിഞ്ഞ കുമ്മായപ്പൊടിയും അതുപോലെ തന്നെ 1/2 കിലോ ഡോളോമേറ്റ് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വളരെ ദീർഘകാല വിളയാണ് നമ്മളെ തെങ്ങ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗുണം നമുക്ക് തോന്നിയ നാൾ നിലനിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ കുമ്മായപ്പൊടി ചേർക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനൊരു കണക്കുണ്ട്. കാരണം ഇത് നമ്മളെ പുളിരസം കളയാനുള്ള കഴിവ്, അതായത് അമ്ലത നിർവീരണ ശേഷി എന്നൊക്കെ പറയും. ന്യൂട്രലൈസിങ് വാല്യൂ, അതായത് പച്ചക്കക്ക നമ്മളെ ചുണ്ണാമ്പ് കല്ലിന് 100% പൊടിഞ്ഞ കുമ്മായപ്പൊടിക്ക് അതിൻ്റെ ന്യൂട്രലൈസിങ് വാല്യൂ എന്ന് പറയുന്നത് 179%. അതുകൊണ്ട് തന്നെ നമ്മുടെ മണ്ണിലെ പുളിരസം കളയാൻ ഏറ്റവും പെട്ടെന്ന് സാധിക്കുന്നത് നമ്മളെ പൊടിഞ്ഞ കുമ്മായപ്പൊടിക്കാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ പൊടിഞ്ഞ കുമ്മായപ്പൊടി മണ്ണിലിട്ട് ഇളക്കുന്നതിന് മുമ്പ് നമ്മുടെ മണ്ണിൽ 50% നനവ്, അതായത് പുട്ട് നനയ്ക്കുന്ന പരുവം, ഈ ഒരു നനവിൽ വേണം നമ്മുടെ കുമ്മായപ്പൊടി മണ്ണിലേക്ക് നമ്മൾ ചേർത്ത് ഇളക്കി കൊടുക്കാൻ. ഇനി നമ്മൾ മണ്ണിൽ വെറുതെ വിതറിയിട്ടിരുന്നാൽ മാത്രം പോരാ, നമ്മൾ മണ്ണിൽ നല്ലതുപോലെ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കണം. അതിനുശേഷം ഒരു 15 ദിവസം കഴിഞ്ഞ് വേണം നമ്മൾ കൃഷി ചെയ്യാൻ. ഏറ്റവും കുറഞ്ഞത് 10 ദിവസമെങ്കിലും ആകാതെ നമ്മൾ ഇതുപോലെ ട്രീറ്റ് ചെയ്യുന്ന മണ്ണിലേക്ക് ഒരു കാരണവശാലും ചെടികൾ നടരുത്. അതുപോലെ ഈ മണ്ണിലേക്ക് നമ്മൾ ചെടികൾ നടുന്ന സമയത്ത് ഈ മണ്ണിൽ 50% നനവ് അപ്പോഴും നിലനിർത്തുകയും വേണം. ഇനി നെല്ല് കൃഷി ചെയ്യുന്ന വയലുകളിലാണ് നമ്മൾ കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത് എങ്കിൽ ആ വയലിലെ വെള്ളം നമ്മൾ മാറ്റിയിരിക്കണം. അതിനുശേഷം 1 ഹെക്ടറിലേക്ക് 600 കിലോഗ്രാമാണ് നമ്മുടെ പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. അതിൽ 380 കിലോഗ്രാമോളം നമ്മൾ ആ പൊടിഞ്ഞ കുമ്മായപ്പൊടി ആദ്യ ഉഴവുചാലിൽ തന്നെ ചേർത്ത് നല്ലതുപോലെ ഇളക്കുകയാണ് വേണ്ടത്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഞാറുകൾ പറിച്ച് നട്ട് 1 മാസം കഴിയുമ്പോൾ 250 കിലോഗ്രാം പൊടിഞ്ഞ കുമ്മായപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കുമ്മായപ്പൊടി ചേർത്ത് കൊടുത്ത് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളെ വയലിലേക്ക് വീണ്ടും വെള്ളം ഇറക്കി കൊടുക്കാം. ഇനി പച്ചക്കറി കൃഷിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് 1 സെൻറ്റിലേക്ക് കുറഞ്ഞത് ഒരു 2.5 മുതൽ 3 കിലോഗ്രാം വരെ നല്ലതുപോലെ പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് കൊടുക്കണം. അതുപോലെ വാഴ കൃഷിയാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം തന്നെ വാഴ നടാൻ വേണ്ടി കുഴിയെടുക്കുക. ആ കുഴിയിലേക്ക് നമുക്ക് 1/2 കിലോഗ്രാമെങ്കിലും പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് ഇളക്കുന്നതാണ് നല്ലത്. തെങ്ങിനാണെങ്കിൽ 1 കിലോഗ്രാം മുതൽ 2 കിലോഗ്രാം വരെ നമുക്ക് കുമ്മായപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യകത ഉണ്ട്. കവുങ്ങിനാണെങ്കിൽ നമുക്ക് 1/2 കിലോഗ്രാം കുമ്മായപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ കുരുമുളക് എന്ന് പറയുന്ന ചെടിക്കാണെങ്കിൽ അതിനും 1/2 കിലോഗ്രാമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. കുരുമുളകിന് എപ്പോഴും നമ്മൾ ഈ പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കുരുമുളകിൻ്റെ വേരുകൾക്ക് യാതൊരു ക്ഷതവും സംഭവിക്കാത്ത വിധത്തിൽ വേണം നമ്മൾ പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് മണ്ണുമായിട്ട് ഇളക്കി കൊടുക്കാൻ. ഇനി ഗ്രോ ബാഗിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ 1 ഗ്രോ ബാഗിലേക്ക് 50 ഗ്രാം മുതൽ 100 ഗ്രാം വരെ പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത മണ്ണ് വേണം നമ്മുടെ പോർട്ടി മിക്സോടൊപ്പം മിക്സ് ചെയ്ത് ചെടി നടാനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പുരയിടത്തിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിൽ നമ്മൾ കുമ്മായപ്പൊടി ചേർക്കേണ്ടത് കാലവർഷം, അതായത് തുലാവർഷം ആദ്യ ഭാഗത്ത് തന്നെ നമുക്ക് ചെറിയ നനവിൽ തന്നെ മണ്ണിൽ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ മണ്ണിലെ പുളിരസം കളയാൻ വേണ്ടിയാണ് നമ്മൾ കുമ്മായപ്പൊടി ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ അളവിൽ തന്നെ നമ്മൾ കുമ്മായപ്പൊടി ചേർത്തിളക്കിയാലേ ഫലമുണ്ടാവും, ഇല്ലെങ്കിൽ നേരെ വിപരീത ഫലമായിരിക്കും നമുക്കുണ്ടാവുന്നത്. അതുപോലെ തന്നെ നമ്മൾ മുൻ ദിവസങ്ങളിൽ നമ്മളെ മണ്ണിലേക്ക് ചേർത്തിരിക്കുന്ന ചാണകപ്പൊടി, ആട്ടുംകാഷ്ടം, കോഴിവളം ഇതിൻ്റെയൊക്കെ ഡീകമ്പോസ്റ്റിംഗ് പ്രക്രിയ പെട്ടെന്നാക്കുവാനും അതുപോലെ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം കൂട്ടാനും ചെടികൾക്ക് പോഷകമൂല്യങ്ങൾ എളുപ്പത്തിൽ ലഭിക്കുവാനും നമ്മുടെ കുമ്മായപ്പൊടി ചേർക്കുന്നത് കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ പലതരം രോഗങ്ങൾ, അതായത് നമ്മുടെ കുമിൾ രോഗങ്ങളുടെ വളർച്ച എന്ന് പറഞ്ഞാൽ ഈ മണ്ണിൽ നിന്നാണ്. അതിൻ്റെ പ്യൂപ്പ സ്റ്റേജ് മണ്ണിലാണ്. ആ ഒരു പ്യൂപ്പ സ്റ്റേജിനെ മണ്ണിൽ വെച്ച് തന്നെ നശിപ്പിച്ച് കളയാനുള്ള ശക്തിയും നമ്മുടെ പൊടിഞ്ഞ കുമ്മായപ്പൊടി ട്രീറ്റ് ചെയ്യുന്നതിലൂടെ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കുമ്മായം എന്ന് പറഞ്ഞാൽ കാൽസ്യം കാർബണേറ്റാണ്. കാൽസ്യം എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ ചെടിയുടെ സെൽ വോളിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ കുമ്മായം ചേർക്കുന്നതിലൂടെ നമ്മുടെ ചെടിക്ക് ആരോഗ്യം നിലനിർത്തുകയും
അതിനാവശ്യമുള്ള കാൽസ്യം ലഭിക്കുകയും ചെയ്യും. ഇതുകൂടാതെ നമ്മുടെ പുളിരസമുള്ള മണ്ണിൽ ധാരാളമായിട്ട് കാണുന്നതാണ് ഇരുമ്പ്. ഈ കുമ്മായ വസ്തുക്കൾ ചേർക്കുന്നതിലൂടെ ഇരുമ്പിൻ്റെ രാസപ്രവർത്തനം അവിടെ തടസ്സപ്പെടുകയും ചെടികൾക്ക് ആവശ്യമുള്ള പൊട്ടാഷ്യം അതുപോലെ തന്നെ ഫോസ്ഫറസും അവിടെ ലഭ്യമാകുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് കുമ്മായപ്പൊടി എന്തിനാണ് നമ്മൾ മണ്ണിൽ ചേർക്കുന്നത് എന്നുള്ള ഒരു കാര്യം മനസ്സിലായി കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്ന ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റു കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത്. ഇതുപോലെ നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ തന്നെ നിർത്തുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.